മുളക് പൊടി അത്യാവശ്യമാണ്. എരി വേണ്ടുന്നവർ ആവശ്യത്തിന് വേണം. ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ എരി വേണ്ടുന്നവരാണ്. മല്ലിപ്പൊടി സ്പൂണില്ല മല്ലിപ്പൊടി. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇല്ല. തിളയ്ക്കണം. പുളി അവിടെ റെഡി ആവുന്നുണ്ട്. തക്കാളി എന്ത് വേണ്ടി തക്കാളി കൊണ്ടുവരണം. കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഇതാരും ശ്രദ്ധിക്കത്തില്ല. ഇത് നമ്മൾ നോക്കണം. പുളി പുളി തിളയില്ല. പുളി വെച്ചിട്ട് ഇത് അല്പം പുളിവെള്ളമാണ്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് അതൊരുവിധം വാടി കഴിഞ്ഞപ്പോൾ മുളക് പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മുടെ മെയിൻ പുളി സാധനമായ പുളിവെള്ളം ഇട്ട് ഇനി നമ്മുടെ മെയിൻ സാധനമായ നെത്തോലി. നെത്തോലി ഇങ്ങനെയും കറി വെക്കാമെന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. ഓരോ നാട്ടിലും ഓരോ പേര്. ചിലർ ചൂട, നെത്തോലി ഇല്ലയോ. പിന്നെന്തോ പേര്? വേറെ വല്ല പേരുണ്ടോ? സംഭവം എല്ലാം നമ്മളിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇയാളൊന്ന് തിളച്ച് വരുമ്പോൾ കളറും മണവും കിട്ടുമ്പോൾ തന്നെ വായി കപ്പലോട്. ഇനി വൃത്തിയുള്ളൊരു പാത്രം എടുത്ത് നമ്മളിതിനെ അടയ്ക്കണം. ഞാൻ ചെയ്തത് നോക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് മനോഹരമായോ ഇല്ലയോന്ന് നമുക്ക് നോക്കി പറയാം. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശകലം പുറത്ത് കൊണ്ട് കളയാൻ പോയി. സത്യം കേട്ടോ. എന്തെടുത്താലും നമ്മൾ ആദ്യം കളഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണേട്ടെ. വെച്ചാൾ തന്നെ ആദ്യം നോക്കട്ടെ. എല്ലാവരും പറയുന്ന കണക്ക് വാ ഒന്നൊന്നും പറയാൻ വയ്യ. എന്നാലും കൊള്ളാം അല്ലേ? സൂപ്പർ അല്ലേ? നന്നായിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നോക്കട്ടെ നോക്കട്ടെ. ഫൈനൽ ടച്ചപ്പ് ഇല്ലേ? അപ്പോൾ ഏട്ടൻ്റെ സ്പെഷ്യൽ ചൂടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളിതിൻ്റെ കൂടെ കപ്പയും കൂട്ടി കഴിക്കാൻ നേരം ഫോട്ടോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്മയും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ.